ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ശരത്തിൻ്റെ പേരിലുള്ള കേസ് ചന്ദ്ര പിൻവലിച്ചു എന്നൊക്കെ അറിയുമ്പോഴേ ലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആ ഒരു സമയം തന്നെ ശരത്ത് വന്നിട്ട് അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാനിങ്ങോട്ട് തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന നേരത്ത് നീ എന്നോടല്ല ക്ഷമ ചോദിക്കേണ്ടത്, നിന്നെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഏട്ടനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്ത സച്ചിയേട്ടനോട് നീ ക്ഷമ ചോദിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം ശരത്ത് കാലിലേക്ക് കൊണ്ട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയം തന്നെ സച്ചി പറയുന്നുണ്ട്, നീ എന്തായാലും ചെയ്ത് തെറ്റ് മനസ്സിലാക്കിയല്ലേ ശരത്തെ, ഇനി എന്തായാലും നീ നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ മേടിച്ച് അമ്മയും ചേച്ചിയൊക്കെ നല്ല രീതിയിൽ തന്നെ നോക്കണം എന്നൊക്കെയാണ് പറയുമ്പോഴത്തേക്കും ലക്ഷ്മിക്ക് രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ലക്ഷ്മി പറയുന്നത്, എന്തായാലും ശരത്തിൻ്റെ പേരിലുള്ള കേസ് പിൻവലിച്ച ചന്ദ്രമതിയാണല്ലോ, ചന്ദ്രമതിയെ പോയി കണ്ടോ നന്ദി പറയണമെന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല അമ്മയെന്ന് പറയുമ്പോഴത്തേക്കും അതല്ല സച്ചിയേട്ടാ, എന്തായാലും അമ്മയൊന്ന് പോയി കാണണം, അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങിയിരിക്കുന്നു, അച്ഛന് ഭയങ്കര സങ്കടമാണ് അമ്മയില്ലാത്തത് കൊണ്ട് എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും സച്ചിക്ക് അത് ശരിയാണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ബാമയുടെ വീട്ടിലേക്ക് ചന്ദ്രയെ കാണാനായിട്ട് ചെല്ലുകയാണ് കേട്ടോ. ബാമയ്ക്ക് എല്ലാവരും കാണാൻ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. വേഗം തന്നെ ചന്ദ്ര നീ ഇങ്ങോട്ടേക്ക് വന്നേരി, ആരെ വന്നിരിക്കുന്നതെന്ന് നോക്കിയെന്ന് പറയുമ്പോഴത്തേക്കും ഇവരാണ് വന്നിരിക്കുന്നതെന്ന് കാണുമ്പോൾ ചന്ദ്രയ്ക്ക് അത്ര തീരെ പിടിക്കാത്ത രീതിക്കാണ് സംസാരിക്കുന്നത്. ആ ഒരു സമയം തന്നെ ലക്ഷ്മിയും രേവതിയും ദേവും എല്ലാം തന്നെ ശരത്തിൻ്റെ പേരിലുള്ള കേസ് പിൻവലിച്ചതിന് ചന്ദ്രയോട് നന്ദി പറയുന്നുണ്ടെങ്കിലും എന്നത്തെ പോലെ തന്നെ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് അവരോടായിട്ട് ചന്ദ്ര പെരുമാറുന്നത്. ആ ഒരു സമയം തന്നെ സച്ചി പറയുന്നത്, നിങ്ങൾ എന്തായാലും പോയിക്കോ, എന്തായാലും അമ്മ കാരണം ശരത്തിന് ജാമ്യം കിട്ടും, ഞാൻ അമ്മയോട് സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മീനെയും ദേവുവിനും ശരത്തിനെയും അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. അതിനുശേഷം സച്ചി അമ്മ എത്രയും വേഗം വീട്ടിലേക്ക് വരണം, അച്ഛൻ അവിടെ തനിച്ചേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര ഒരിക്കലും താനായിട്ട് അങ്ങോട്ടേക്ക് വരികയില്ല എന്നൊരു വാശിക്ക് ഉറച്ചു നിൽക്കുന്ന നേരത്ത് എന്നാൽ അമ്മ വന്നില്ലെങ്കിൽ വേണ്ട, അച്ഛൻ അവിടെ ബാഗ് പാക്ക് ചെയ്യുന്നുണ്ട്, അച്ഛമ്മയുടെ നാട്ടിലേക്ക് പോകാനാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നാട്ടിലേക്ക് എന്ത് കാര്യത്തിൽ നിന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയാൻ പാടില്ല, അച്ഛൻ എത്രയും വേഗം നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. മാത്രമല്ല അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ, നാട്ടിലുള്ള ഒരു കൂട്ടുകാരൻ സ്വന്തം ഭാര്യ ഇതുപോലെ പിണങ്ങിപ്പോയ സമയത്ത് ഡിവോഴ്സ് ചെയ്തു എന്നൊക്കെയാണ് സച്ചി പറയുമ്പോഴത്തേക്കും ചന്ദ്രയുടെ മുഖഭാവം വേഗം മാറുന്നുണ്ട്. ആ ഒരു സമയത്ത് രേവതി ചിന്തിക്കുന്നത്, എന്തിനായിരിക്കും സച്ചിയുടെ നിങ്ങൾ നുണ പറയുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതിന് ശേഷം പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നത്, എന്നാൽ അമ്മ വരുന്നില്ലെങ്കിൽ വേണ്ട, എനിക്ക് അച്ഛനെ നാട്ടിൽ കൊണ്ടാക്കാനുള്ള അച്ഛൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്, എത്രയും വേഗം അച്ഛനെ നാട്ടിൽ കൊണ്ടാക്കണം എന്ന് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. രേവതി പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം സച്ചിയുടെ എന്തിനാ അങ്ങനെ നുണ പറഞ്ഞതെന്ന് ചോദിക്കുന്ന നേരത്ത് നേരായ രീതിക്ക് അമ്മയോട് കാര്യം പറഞ്ഞപ്പോൾ അമ്മ വന്നില്ലല്ലോ, നീ കണ്ടോ, അമ്മ വലിയ താമസമില്ലാതെ തന്നെ വീട്ടിലേക്ക് വരുന്നതായിരിക്കും, അതിനുവേണ്ടി ഞാൻ പ്രയോഗിച്ചൊരു ബുദ്ധിയാണെന്നൊക്കെ സച്ചി പറയുന്നത്. ഞാൻ അത്രയ്ക്ക് അങ്ങ് ചിന്തിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കൂടെ പുറത്തേക്ക് പോവാടെ. സച്ചി പോയതിന് തൊട്ട് പിന്നാലെ തന്നെ ചന്ദ്രമതി ബാമി രവിയേട്ടൻ എന്തെങ്കിലും ഡിവോഴ്സ് വല്ലതും ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, മനുഷ്യരുടെ മനസ്സല്ലേ എന്ന് ബാമ മറുപടി പറയുന്നുണ്ട്. അല്ല ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത്, എനിക്ക് എൻ്റെ വീട്ടിൽ പോയാൽ പോരെ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര കെട്ടും പൂട്ടും എടുക്കാനായിട്ട് അകത്തേക്ക് ഓടിപ്പോകുന്ന സമയത്ത് ബാമ ചിരിക്കേണ്ട, കാരണം നമ്മുടെ സച്ചി കൈ നിർത്തിയിട്ട ഡയലോഗാണെന്നുള്ള കാര്യം ബാമയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര ഓട്ടയൊക്കെ വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഉമ്മറത്ത് തന്നെ സച്ചി ചന്ദ്രയുടെ വരവിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് രവി അങ്ങോട്ടേക്ക് വരുന്നത്. പ്രതീക്ഷിക്കാതെ നേരത്ത് ചന്ദ്രയെ കാണുന്ന രവി ഒന്ന് അതിശയിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നത്, അച്ഛൻ കണ്ടില്ല, ആരാ വരുന്നത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ശ്രീകാന്തും വർഷയും രേവതി ശ്രുതി എല്ലാം തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രുതിക്കും ചന്ദ്രയെ കാണും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇരുവരും കൂടി ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം അകത്തേക്ക് കയറുവായെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രനെ വിളിച്ചുകൊണ്ട് വരാൻ തുടങ്ങുന്ന സമയത്ത് അകത്തേക്ക് കയറി നിൽക്കുക അവിടെ നിന്ന് സച്ചി പറയുന്നുണ്ട്. എൻ്റെ വീട്ടിലേക്ക് കയറുന്നു പറയാൻ നീ ആരായെന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് ഇത് നിങ്ങളുടെ വീടായിരിക്കും, പക്ഷേ ഇപ്പം ഞാൻ പറയും നിങ്ങൾ അകത്തേക്ക് കയറരുത്. രേവതി ആ തട്ടയും കണ്ടുകൊണ്ട് വന്ന് യുദ്ധം കഴിഞ്ഞിട്ട് വരുന്നല്ലേ അമ്മായെന്നും പറഞ്ഞുകൊണ്ട് ഒരു കളിയാക്കുന്ന രീതിക്ക് സംസാരിക്കുമ്പോഴത്തേക്കും ഓ സച്ചേട്ടൻ അതാണല്ലോ ഉദ്ദേശം, അതിന് വേണ്ടിയാണ് ഇത്ര വലിയ ഡെവലപ്പ് നൽകിയെന്ന് വർഷ ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയം തന്നെ ചന്ദ്ര പറയുന്നത്, എനിക്ക് തട്ടും വേണ്ട ഒന്നും വേണ്ട, ഞാൻ എൻ്റെ വീട്ടിലേക്ക് അകത്തേക്ക് കയറിക്കോളാമെന്ന് പറയുമ്പോഴത്തേക്കും ഓ തട്ട് വേണമെങ്കിൽ വേണ്ട, വലതുകാലം വെച്ച് അകത്ത് കയറിയാൽ മതി സച്ചി പറയുന്നുണ്ട്. എന്നാൽ ചന്ദ്രയാകട്ടെ വലതുകാലം വെക്കാൻ തുടങ്ങുന്ന സമയത്ത് സച്ചി പറഞ്ഞതുകൊണ്ട് തന്നെ വേഗം വലതുകാലം പിൻവലിച്ച് ഇടതുകാലം വെച്ച് അകത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.